ഒരു ചായ ഒരു വട 22 രൂപ. ഇടി ചായക്കും വടക്കൊക്കെ ഇങ്ങനെ കണക്ക് വെക്കണേ. പണം വേറെ സ്നേഹം വേറെ. റേഞ്ചിന് ഡിസ്കൗണ്ട് വരും. എന്റെ ഭർത്താവ് ദുഷ്ടനാണ്, സ്ത്രീലമ്പനാണ്, കാബാലികനാണ്. എടി ഇതൊക്കെ എന്നാത്തിന് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു. കട്ട് കട്ട് കട്ട്. ചേട്ടൻ ഇതിന് കൗണ്ടർ കമന്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നിറയെ വ്യൂസ് ലൈക്സ് ഒക്കെ കിട്ടുമല്ലോ. എന്നിട്ട് എന്നാത്തിനോട് അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകത്തില്ലേ, നമുക്ക് നിറയെ കാശ് കിട്ടത്തില്ലേ. എടി വയറുവാരി, ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ കാശ് തിരിച്ചു തന്നോളാം. അത് പിന്നെ എന്തായാലും ചേട്ടൻ തന്നെ നടക്കും. ഇനി അടുത്ത ദിവസം ഉണ്ട് ഞാൻ രാത്രി ഒറ്റ കിടന്നോളാം കേട്ടാ. അതെന്താ ചേട്ടാ? കുറെ കിടക്കുമ്പോ നീ എന്റെ കിഡ്നിയോ ലിവറോ എടുത്ത് വെക്കോ. എനിക്ക് നല്ല പേടിയുണ്ടടി. ഞാൻ അങ്ങനെ ചെയ്യൂ? ഹേ വൈഫ്, യു ഹാവ് വൺ മെസ്സേജ്. ഒരു 10,000 രൂപ നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും കാശോ? ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി ഞാൻ ഓൺലൈനായിട്ട് കോഴ്സും ചെയ്ത് ഇപ്പൊ ജോലിക്കാരനായി. കോഴ്സ് പഠിക്കാൻ ഞാൻ കാശൊന്നും ഡയറിയിൽ എഴുതിയിട്ടില്ലല്ലോ. അവിടെ 3 മാസത്തെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ ആകെ 2,500 രൂപയുള്ളൂ. ആഹാ. ഇനിയിപ്പോ 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യണമെങ്കിൽ ആകെ 4,500 രൂപയുള്ളൂ. അതൊക്കെ എന്റെ ഉണ്ടായിരുന്നു. ബാക്കി ബാലൻസ് എമൗണ്ട് ഒക്കെ ജോലി കിട്ടിയിട്ട് മാത്രം അടച്ചാൽ മതി. ഇത് കൊള്ളാലോ പരിപാടി, എനിക്ക് ചെയ്യണം. അവിടെ എന്തൊക്കെ കോഴ്സുള്ളത്? അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ഉണ്ട്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, വെയർ ഹൗസ് ആൻഡ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ മോണ്ടസോറി TTC ഉണ്ട്, പ്രീ പ്രൈമറി TTC ഉണ്ട്. പോരാതെ 100% ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട്. ആഹാ, കൊള്ളാലോ. എന്തോരം കോഴ്സാ? അതുപോലെ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഡിപ്ലോമ സ്റ്റുഡൻസിനും അവർ ഫ്രീ ആയിട്ട് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ്, AI സർട്ടിഫിക്കേഷൻ കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ എന്നോട് ദേഷ്യാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ചേട്ടൻ ഇത്രയും വലിയ റിച്ച് ആയിരിക്കുന്നു. ഈ ഭൂമിക്ക് താഴെയുള്ള എന്തും എനിക്ക് ഈ ഏട്ടനോട് പറയാം. അത് പിന്നെ പറഞ്ഞോളൂ മോളെ. ഞാൻ ഒരിക്കൽ മാത്രം ചേട്ടന്റെ കിഡ്നി എടുത്ത് വിൽക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചായിരുന്നു. സാമൂഹ്യ ദ്രോഹി, ഇഗ്നൈറ്റിൽ പോയി ജോലി ഇട്ടുണ്ട്. എന്റെ കിഡ്നി രക്ഷപ്പെട്ടു.